ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, വചനം കേൾപ്പാൻ ഒത്തിരി താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, പുകഴ്ത്തുകയും ചെയ്യുന്നു. മനോഹരമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതം കഴിയുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരാലോചന കൂടെ പ്രാപിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിനേക്ക് ഒരുക്കി തരുന്ന അനുഗ്രഹീത സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുകയാണ്. കർത്താവിൻ്റെ തിരുമുമ്പാകെ ഈ സന്തോഷ സമയത്തെ ഏറ്റവും ധന്യമാക്കേണ്ടതിന് ദൈവവചനത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് മുമ്പിൽ മലർക്ക തുറന്നിട്ട് അതിനകത്തെ മണിമുത്തുകൾ നമുക്ക് വാരിക്കോരി തരുന്ന നമ്മുടെ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാദരവോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനമറിയിച്ചുകൊണ്ട് ഇന്നും ഞാൻ ധ്യാനിച്ച, ചിന്തിച്ച, മനസ്സിലാക്കിയ ഒരാത്മീക രഹസ്യം, ഒരാത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എബ്രായ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 14-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 14-ാമത്തെ വാക്യം: ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഇങ്ങനെ പറയുന്നവർ പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഇങ്ങനെ പറയുന്നവർ കാണിക്കുന്നു. പറച്ചിലിനകത്ത് ചിലതെല്ലാം വെളിപ്പെടുന്നുണ്ട്. ഇങ്ങനെ പറയുന്നവർ പറയുന്നു എന്നല്ല, കാണിക്കുന്നു. ആ വാക്കുകൾ അങ്ങനെ, ആ വാക്യത്തെ അതുപോലെ എടുക്കാതെ ആ വാക്യത്തിൻ്റെ ഉള്ളടക്കത്തെ ഞാൻ ഈ പറയുന്ന വാചകത്തിലൂടെ ഒന്ന് കാണാൻ പറ്റുമോ? പറയുന്നത് കൊണ്ട് ഇങ്ങനെ പറയുന്നവർ അവർ ചിലതെല്ലാം കാണിക്കുന്നു, വെളിപ്പെടുത്തുന്നു, പ്രദർശിപ്പിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ഞാൻ വിശദീകരിക്കാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യത്തെ ഗ്രഹിക്കാൻ പറ്റുമെന്നാണ് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ യുഗങ്ങളിൽ ജീവിച്ചിരുന്ന ചിലരുടെ പേര് പറഞ്ഞും ചിലരുടെ പേര് പറയാതെയും വിശ്വാസവീരന്മാരുടെ പട്ടിക എന്നറിയപ്പെടുന്ന രീതിയിൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം എന്ന വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ഒരു കൂട്ടം വേദപുസ്തക കഥാപാത്രങ്ങളെ നിലകളിൽ കർത്താവിൻ്റെ പക്ഷത്ത് നിന്ന് വിശ്വസിച്ച് ലോക ചരിത്രത്തിൽ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട് ദൈവം ഉണ്ടെന്നും ദൈവം പ്രവർത്തിക്കുമെന്നും ദൈവം ഏത് തീച്ചൂളയിലും സിംഹക്കുഴിയിലും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം അടങ്ങിയിരിക്കത്തില്ലെന്നും തെളിയിക്കാൻ ദൈവത്തിൻ്റെ കൂടെ നിന്നവരാണ് 11-ാം അധ്യായത്തിൽ കാണുന്ന പലരും. അവരുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ച് ഏകദേശം 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നവരൊക്കെയും അല്ലെങ്കിൽ ഇവരെല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ കുടുംബങ്ങളിൽ വിവിധ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട വിവിധ വ്യവസ്ഥകൾ നിലവിലിരുന്ന വിവിധ യുഗങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ, ഇവരെക്കുറിച്ചെല്ലാം പൊതുവായി പറയുന്ന ചില തത്വങ്ങൾ 13-ാം വാക്യം മുതൽ താഴേക്കൊരു പാരഗ്രാഫിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുക. അതൊക്കെ നിങ്ങളുടെ വായനയ്ക്കും പഠനത്തിനും വിടുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവർ പറഞ്ഞതിൽ നിന്ന് ചില കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ പറഞ്ഞതുകൊണ്ട് ചിലർ കാണാൻ കഴിയുന്നു. ആ വാക്ക് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവർ പറഞ്ഞത് ഇതാണ്: ഞങ്ങൾ ഈ നാട്ടിലെ അന്യരും പരദേശികളുമാണ്. ഇത്ര പേര് പറഞ്ഞോളൂ. എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഞങ്ങൾ അന്യരും പരദേശികൾ, ഞങ്ങൾ ഒരു സ്ഥിരവാസത്തിന് വന്നവരല്ല, അല്പായുസുള്ളവരാണ്. ഈ ആയുസ് കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകേണ്ടവരാണ്. ഞങ്ങൾ ഈ ദേശത്ത്, ഈ രാജ്യത്ത് അന്യരും പരദേശികളുമാണെന്നേ പറഞ്ഞോളൂ. പക്ഷെ ബൈബിള് പറയുന്നു, ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ ഐറ്റിപ്പഴകളാണ്, ആരുമില്ലാത്തവരാണ്, കടത്തിനെ കിടക്കുന്നവരാണ്, ഇവരാരാണ്ടര ഔദാര്യത്തിന് ജീവിക്കുന്നവരാണെന്നല്ല മറ്റുള്ളവർക്ക് കാണാൻ പറ്റിയത്, മറ്റുള്ളവർക്ക് തോന്നിയത്, മറ്റുള്ളവർക്ക് വെളിപ്പെട്ടത്. പിന്നെ എന്താ? വിവരമുള്ളവർക്ക് പിടികിട്ടി. ഇങ്ങനെ പറഞ്ഞപ്പോൾ, എങ്ങനെ? ഞങ്ങളിവിടെ അന്യരും പരദേശികളുമാണെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ പാവം, ആരുമില്ലാത്തവരാ, കഷ്ടം, എങ്ങാണ്ടെന്ന് വന്നവരാ, കടത്തിനെ കിടക്കുന്നവരാ, കഞ്ഞിയും പറ്റും പോലും ഇല്ലാത്തവരാ എന്നല്ല തോന്നിയത്. പിന്നെയോ, ഇങ്ങനെ ഇവർ പറഞ്ഞപ്പോൾ ഇവർക്കൊരു പിതൃദേശം ഉണ്ടെന്നും ആ പിതൃദേശം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, അയ്യോ ഞങ്ങളുടെ അപ്പൻ്റെ സ്വത്ത് എവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസ് വീതം സർവേ നമ്പറും തപ്പി നടക്കുന്നവരെന്നല്ല അതിനർത്ഥം എന്ന് നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇവരുടെ ഹൃദയത്തിനകത്ത് ഒരു പിതൃദേശം ഉണ്ടെന്നും
ആ പിതൃദേശത്ത് ചെന്നെത്താൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവരുമാണെന്ന് ആളുകൾക്ക് തോന്നി, ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അയ്യോ, എന്തൊരത്ഭുതം, എന്തൊരു സാക്ഷ്യം! ഈ സംഭാഷണങ്ങളിൽ നിന്ന്, സംസാരത്തിൽ നിന്ന്, പറച്ചിൽ നിന്ന് നമ്മൾ ആരാന്ന് എല്ലാവർക്കും പിടികിട്ടുന്നുണ്ട്. ID കാർഡും കാണിക്കണ്ട, ആധാർ കാർഡും കാണിക്കണ്ട, പാരമ്പര്യവും പറയണ്ട. പിന്നെ ഇച്ചിരി നേരം വർത്തമാനം പറയുമ്പോൾ പിടികിട്ടും നീ ആരെയാണ് വിശ്വസിക്കുന്നത്, നിൻ്റെ ആത്മീകം എത്രത്തോളം ഉണ്ട്, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവപ്രവൃത്തി നടക്കുമോ, നീ പ്രാർത്ഥിച്ചിട്ട് ഗുണമുണ്ടാവുമോ എന്നുള്ള കാര്യമൊക്കെ സംഭാഷണത്തിലൂടെ തെളിയും. മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന, ഇതിനു മുമ്പ് ഞാൻ ഏതൊക്കെയോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും സുന്ദരമായ വരദാനമാണ് സംസാരിപ്പാനുള്ള കഴിവ്. കമ്മ്യൂണിക്കേഷൻ നടത്തുക, രണ്ടുപേർ തമ്മിൽ സംഭാഷണം നടത്തുക, ആശയവിനിമയം നടത്തുക എന്ന് മാത്രമല്ല, സംസാരത്തിലൂടെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ ഈ വാക്യം സമർത്ഥിക്കുന്ന വിഷയമാണ്. സംസാരത്തിലൂടെ നാം ചിലത് വെളിപ്പെടുത്തുന്നുണ്ട്, മറ്റുള്ളവർ കാണുന്നുണ്ട്. നമ്മുടെ സംസാരത്തിലൂടെ കേൾക്കുകയല്ല, കാണുന്നുണ്ട്. അപ്പം ഞാൻ ആത്മീകത്തിൽ സംസാരത്തിന്, പറച്ചിലിന് ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ചിന്തയ്ക്കും നിങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഞാൻ പറയട്ടെ. ഒരുപാട് ആളുകൾ തലയും കുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, വെള്ളം കുടിക്കാതെ ഉപവസിക്കുന്നുണ്ട്. പക്ഷെ പറച്ചിലിൽ കൊണ്ടുപോയി കളയുക പലരും. ഇതൊക്കെ ചെയ്തിട്ട് പറയുമ്പോൾ തീരെ സീറോ ആക്കി കളയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാക്യം ഗ്രഹിക്കാൻ ഞാൻ കുറേ സമയമെടുത്തു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ദൈവം കറക്റ്റായിട്ട് ഈ ഭാഗത്ത് നിന്നാണെന്ന് പറയേണ്ടതെന്നൊരു ബോധ്യം തരും. പക്ഷെ എനിക്ക് പ്രഥമ ദൃഷ്ടി ഒന്നും പിടികിട്ടിയല്ല. ഈ വാക്യത്തിൽ നിന്ന് എന്നാ പറയാനാ? പക്ഷെ ഞാൻ ദൈവത്തിൽ നിന്ന് മാറില്ല. ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കാലെ ചുറ്റിപ്പറ്റി കിടക്കുക. എന്താ അങ്ങ് പറയാൻ പോകുന്നത്, അങ്ങ് പറ, ബോധ്യമാക്കുക എന്ന് പറഞ്ഞ് ദൈവത്തോട് അഭയാചന കഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കാര്യം ഏറ്റെടുക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചം പോലെ വചനം തെളിഞ്ഞു വരും. ഞാൻ ഇച്ചിരി സമയമെടുത്തത് ഗ്രഹിച്ചെടുക്കാൻ. അപ്പം നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ സമയം എടുക്കേണ്ട വരുമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഗ്രഹിച്ചത് പറയാം. നമ്മുടെ സംസാരത്തിലൂടെ നാം നമ്മെ തന്നെ വെളിപ്പെടുത്തുന്നു, മറ്റുള്ളവരെ കാണിക്കുന്നു. നാം ആരാണ്, നമ്മുടെ ദൈവം ആരാണ്, നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും, ഇതെല്ലാം കാണിക്കുന്നത് മൗനമായിരിക്കുമ്പോഴല്ല, സംസാരത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരത്തിലൂടെ മറ്റുള്ളവർക്ക് കാണാൻ നമ്മുടെ ആത്മീകം എത്രത്തോളം ഉണ്ടെന്ന്. നമ്മുടെ സംസാരത്തിലൂടെ നമുക്കറിയാലോ, ഏത് നാട്ടുകാരനാണെന്ന് ചിലർ സംസാരിക്കുമ്പോൾ അറിയാം, ഏത് മതക്കാരനാണെന്നും സംസാരിക്കുമ്പോൾ അറിയാം. സംഭാഷണം കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ദൈവമക്കളെ. ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ രത്നച്ചുരുക്കം എന്താണെന്നറിയാമോ? ഇന്ന് നാം തീരുമാനിക്കണം, നമ്മുടെ സംസാരത്തിലൂടെ മറ്റുള്ളവർ ചുറ്റും പാർക്കുന്നവരല്ല, സ്വർഗത്തിലെ ദൈവം അറിയണം. എന്തറിയണം? നാം ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. എനിക്കൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയല്ല, ഉറപ്പ് സംസാരത്തിലൂടെ തെളിയുമെന്ന്. ഞാൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നാശങ്കപ്പെട്ട് ഒത്തു പോയാൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുന്നവരല്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറച്ച് തെളിയിക്കുന്നവരാ സംഭാഷണത്തിലൂടെ. ദാവീദിൻ്റെയൊക്കെ സംസാരം കേട്ടിട്ടുണ്ടോ? ഞാൻ മരിക്കയില്ല, ജീവനോടിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമോയെന്നറിയുവോളം എൻ്റെ മാതാപിതാക്കൾ നിൻ്റെ അടുക്കൽ ഇരിക്കട്ടെ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. ഗോലിയാത്തിന് നേരെ ചെന്നത് ഓർക്കുന്നുണ്ടോ? ഞാൻ സേവിക്കുന്ന ഇസ്രായേൽ നിരകളുടെ യഹോവയാം ദൈവത്തിൻ്റെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു, നിൻ്റെ മാംസം ഞാൻ ആകാശത്തിലെ പക്ഷികൾക്ക്. എന്തോ വർത്തമാനം! അഹങ്കാരമാണ്. കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയുന്നോടാ എന്ന് ചോദിച്ച് കവളെ പിടിച്ച് ഞെരുക്കേണ്ട വർത്തമാനമാണ്. അല്ല, സംസാരത്തിലൂടെ തെളിയും നാം എന്ത് വിശ്വസിക്കുന്നു, നാം എവിടെ എത്തും, നാം എന്തായിത്തീരും, നാം നാളെകൾ എന്തായിരിക്കും. ഇത് ഇന്നത്തെ വർത്തമാനത്തിലൂടെ തെളിയും നാളെ നീ ആരാകുമെന്ന്. ഇപ്പം പ്രാർത്ഥിക്കുന്നവരോടും ദൈവത്തെ വിശ്വസിക്കുന്നവരോടും കർത്താവിനെ പുകഴ്ത്തുന്നവരോടും ഞാൻ പ്രത്യേകം പറയാം, നിങ്ങളുടെ അധരം
നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സംഭാഷണം, നിങ്ങളുടെ നാക്ക്, നിങ്ങളുടെ വാക്ക് സൂക്ഷിച്ചോളണം കേട്ടോ. കാരണം നിങ്ങൾ പറയുന്നതാണ് നാളെ കാണാൻ പോകുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞ് നിർത്താം. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഞാനതിനെ ഇന്നത്തെ സന്ദേശമാക്കാം. ഇന്ന് നീ എന്ത് സംസാരിക്കുന്നു അത് നാളെ കാണും. ആളുകൾ കാണും, വീട്ടുകാർ കാണും, നീ കാണും, നിൻ്റെ ശത്രുക്കൾ കാണും. ഹായ്, എങ്ങനെ സംസാരിക്കണം എന്ന് ഇനി തീരുമാനിച്ചു. എന്നെങ്കിലും സംസാരിച്ചിട്ട് നാളെ വലിയ ദൈവപ്രവൃത്തി കാണണമെന്ന് പറഞ്ഞാൽ നടക്കൂല. ഇങ്ങനെ സംസാരിക്കുന്നവർ അതെങ്ങനാന്ന് ചെറുനേരെ ഇരുന്ന് ചിന്തിക്ക്. നിങ്ങളുടെ ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞാൽ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഡൈനിങ് ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറത്തോണ്ട് പറ, ഈ വാക്യം വായിച്ചിട്ട് പറ, നമുക്ക് നമ്മുടെ പിള്ളേരുടെ മുമ്പിൽ കാണിക്കണം നാം ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ തെളിയിക്കണം നാം ദൈവമുള്ളവരാണ്. അതിനാദ്യത്തെ നടപടി എന്താണെന്നറിയാമോ? 10 സെൻറ്റ് സ്ഥലം പള്ളിക്ക് കൊടുക്കുക എന്നുള്ളതല്ല, 4 ബൈബിളും ഒരു പാട്ടുപുസ്തകം മേടിച്ച് പെരയ്ക്കകത്ത് വയ്ക്കുക എന്നുള്ളതല്ല. ആദ്യം സംസാരത്തിൽ തുടങ്ങാം. സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, കരുതലിൻ്റെ, കർത്താവിൽ ആശ്രയിച്ച് അങ്ങനെ സംസാരത്തിലൂടെ തുടങ്ങുക. അവിടെ ആരംഭിക്കുക. ഒരു പുതിയ തുടക്കത്തിന് പറ്റുമെങ്കിൽ നാന്ദി കുറിക്കുക. ഞാൻ വളരെ ചിന്തിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പറയുന്നു. സംസാരത്തിലൂടെ കാണിക്കാൻ നമുക്ക് നമ്മുടെ ദൈവം ആരാ, ദൈവത്തിൻ്റെ കരുതൽ എന്താ, ഞാൻ എന്ത് വിശ്വസിക്കുന്നു, ഞാൻ എവിടേക്ക് പോകുന്നു, ഞാൻ ആരാണ്. ഇന്ന് ദൈവസന്നിധിയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എങ്ങനെ ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പറയാൻ ദൈവം അനുവദിക്കുന്ന പ്രകാരം നീ എന്ത് സംസാരിക്കുന്നു അത് നാളെ കാണും മറ്റുള്ളവരും നമ്മളും. ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഇന്നത്തെ സംസാരങ്ങൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ നാളെ ചിലത് വെളിപ്പെടുത്തും, മറ്റുള്ളവർ കാണും. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വാക്കുകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇച്ചിരി കട്ടിയാണെന്നറിയാം, എങ്കിലും എല്ലാവർക്കും ഇത് മനസ്സിലാകട്ടെ. അപ്പാ, ഞങ്ങൾ സാധാരണ വർത്തമാനം പറയേണ്ടവരല്ല. ഇങ്ങനെ പറയുന്നവർ ചിലതെല്ലാം കാണിക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പാകെ പ്രദർശിപ്പിക്കുന്നു. അവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണം. കർത്താവ് ചെയ്യണം, മറ്റുള്ളവർ കാണണം ഞങ്ങളെന്തോ ശരിക്കും കൈവശമുള്ളവരാണ്, ഞങ്ങൾ മാന്യരാണ്, ഞങ്ങൾ ദൈവമുള്ളവരാണ് എന്ന് മറ്റുള്ളവർ കാണട്ടെ. അത് സംസാരത്തിലൂടെ തെളിയട്ടെ. അങ്ങനെ ദൈവം ചെയ്യണം. കുറച്ചുകൂടെ ഞാൻ പറഞ്ഞതിലപ്പുറം പരിശുദ്ധാത്മാവ് കേൾവിക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.